ഗൗതം, പൂഞ്ചിൽ അതുപോലെ ഉറിയിൽ എല്ലാം ഷെല്ലാക്രമണം നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ ഗൗതം? അനിൽ നമ്പ്യാർ, തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ആകാശമാർഗമുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ തോതിലുള്ള പ്രകോപനമല്ല എങ്കിലും ജമ്മു നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും ഡ്രോണുകൾ അയച്ചിരിക്കുന്നത്. ജമ്മു റീജിയണിൽ വരുന്ന സാംബയിലും അതോടൊപ്പം തന്നെ ജമ്മു നഗരത്തിലേക്കും ഡ്രോൺ ആക്രമണം നടത്തുവാനുള്ള ശ്രമം പാകിസ്ഥാൻ ഈ രാത്രിയിലും നടത്തുന്നു. ഇതിൽ സാംബയിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഭാരതത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാക് ഡ്രോണുകൾ സാംബ മേഖലയിൽ തകർത്തിരിക്കുന്നു. അതേസമയം ജമ്മു നഗരത്തിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം തന്നെ ആകാശമാർഗമുള്ള പ്രകോപനം തുടരുന്ന ഘട്ടത്തിൽ തന്നെ പൂഞ്ചിലും അതുപോലെ തന്നെ രജൌരി തുടങ്ങിയ സെക്ടറുകളിൽ ഇന്ന് വൈകുന്നേരവും രാത്രി സമയങ്ങളിലും വലിയ ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തുകയാണ്. അതിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഭാരതത്തിന്റെ സൈന്യവും നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ സമയങ്ങളിലൊക്കെ വലിയ പ്രകോപനം പാകിസ്ഥാൻ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ രാജസ്ഥാനിലെ ജയ്സൽമീറിലും അതുപോലെ തന്നെ പഞ്ചാബിലെ അമൃത്സർ അതുപോലെ ജമ്മു തുടങ്ങിയ മേഖലകളിൽ ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ സമയത്ത് ജമ്മുവിലും അതോടൊപ്പം തന്നെ ജമ്മു സെക്ടറിൽ വരുന്ന സാംബയിലുമാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരിധിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ റഡാറിലും തെളിഞ്ഞിരിക്കുന്നത്. ഒപ്പം കരമാർഗമുള്ള പ്രകോപനം തുടരുകയാണ്. പൂഞ്ചിലാണ് ഏറ്റവും രൂക്ഷമായ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ മേഖലയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നിരവധി വീടുകൾ തകരുകയും 16ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പൂഞ്ചിൽ 2 കുട്ടികൾ കൂടി മരിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകൾക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ സ്കൂളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ സാധാരണക്കാരുടെ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടും ജനവാസ കേന്ദ്രങ്ങൾ ഉന്നമിട്ടുകൊണ്ടുമുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇതിന് ശക്തമായ ഭാഷയിൽ ഭാരതത്തിന്റെ സൈന്യവും മറുപടി നൽകുന്നു. ഇന്നലെ രാത്രിയിലെ അതേ തീവ്രതയിലാണോ ഇപ്പോൾ ആക്രമണം നടക്കുന്നത്? പാകിസ്ഥാൻ ആ ഒരു ഫോഴ്സിൽ തന്നെയാണോ ആക്രമണം തുടരുന്നത്? അനിൽ നമ്പ്യാർ, അങ്ങനെയല്ല. ഇന്നലെ രാത്രിയിൽ രൂക്ഷമായ ആക്രമണത്തിനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം സൈന്യം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 300-നും 400-നും ഇടയിൽ ഡ്രോണുകൾ, അതും 34 ഭാരതത്തിലെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചത്. അതിനെ പൂർണ്ണമായി തന്നെ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ കണ്ടതുപോലെയുള്ള വലിയ ഒരു പോരാട്ടം അല്ലെങ്കിൽ വലിയൊരു ആകാശ യുദ്ധത്തിലേക്ക് ഈ നിമിഷത്തിൽ, ഇപ്പോൾ സമയം 9 മണിയോട് അടുക്കുന്നതേ ഉള്ളൂ, ഈ സമയത്ത് അങ്ങനെ ഒരു പ്രകോപനം കാണുന്നില്ല. മറിച്ച് ജമ്മു മേഖലയിലാണ് പാകിസ്ഥാൻ സ്ഥിരമായി ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ജമ്മുവിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ കണ്ടതായി പറയപ്പെടുന്നു. മാത്രമല്ല, ജമ്മുവിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൈറനുകൾ വ്യാപകമായി മുഴങ്ങുന്നതായി ദേശീയ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംബയിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തതായി റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഈ രാത്രിയിലും പ്രകോപനം സൃഷ്ടിക്കുന്നു, പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുക തന്നെയാണ്. പക്ഷേ ഇന്നലെ കണ്ടതുപോലെയുള്ളൊരു വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. ഇന്നലെ ഈ സമയത്തൊക്കെ രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മു കശ്മീരിലും ഒരേ സമയം നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങളിലും പാകിസ്ഥാൻ, ഗുജറാത്ത് ഒഴികെ ബാക്കി 3 സംസ്ഥാനങ്ങളിലും പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തേതിന് സമാനമായ രീതിയിലുള്ളൊരു പ്രകോപനമല്ല ഇന്ന്. പക്ഷേ ഈ അതിർത്തിയിലെ ഷെല്ലിംഗ് അത് ഇപ്പോഴും തുടരുകയാണ്. വലിയ തോതിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വലിയ വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങളും നടത്തുന്നുണ്ട്. പൂഞ്ചിലാണ് രൂക്ഷമായ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തിയത്. അതിന് ശക്തമായ പ്രത്യാക്രമണം ഭാരതത്തിന്റെ അതിർത്തി രക്ഷാസേനയും നൽകുന്നതായാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്.